പാലായിൽ നിന്നും വീണ്ടും MLA തെരഞ്ഞെടുക്കപ്പെട്ട മാണി സി കാപ്പൻ പാലാ ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെത്തി. വെള്ളപ്പാട്ടിൽ പൊതിഞ്ഞ തൂലികകൾ സമർപ്പിച്ച് അദ്ദേഹം തൊഴുതു പ്രാർത്ഥിച്ചു. കാവിൻപുറം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് തൂലിക സമർപ്പണം. പേനുകൾ ശ്രീകോവിലിൽ പൂജിച്ച ശേഷം പ്രസാദമായി മേൽശാന്തി വടക്കലില്ലം നാരായണ നമ്പൂതിരി തിരികെ നൽകി. ക്ഷേത്രത്തിലെത്തിയ മാണി സി കാപ്പനെ കാവിൻപുറം ദേവസ്വം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഹരിത തീർത്ഥാടന പദ്ധതിയിൽപ്പെടുത്തി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നിയുക്ത MLA മാണി സി കാപ്പൻ പറഞ്ഞു. ആദ്യമായി MLA ആയ ശേഷം ഇപ്പം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് ആദ്യമായി ഇവിടെ വരാൻ കഴിഞ്ഞത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായും സുനിൽ പോരുന്ന വഴിക്ക് പല കാര്യങ്ങൾ പറഞ്ഞു. ടൂറിസം ഡെവലപ്മെന്റിനെ പറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു ഫിലിം ടൂറിസം ഡെവലപ്മെന്റ് നമ്മുടെ ലക്ഷ്യമാണ്. അത് തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു മാസത്തിനുള്ളിൽ ഭക്തജനങ്ങളുടെയും തീർത്ഥാടകരുടെയും സൗകര്യാർത്ഥം എന്തൊക്കെ വികസന കാര്യങ്ങളാണ് വേണ്ടതെന്ന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്ഷേത്രം ഭാരവാഹികളോട് മാണി സി കാപ്പൻ നിർദ്ദേശിച്ചു. ക്ഷേത്രാങ്കണത്തിൽ ദേവസ്വം പ്രസിഡന്റ് TN സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മാണി സി കാപ്പനെ പൊന്നാടണിയിച്ച് അനുമോദിച്ചു. രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശാന്താറാം, കാവിൻപുറം ദേവസ്വം ജോയിന്റ് സെക്രട്ടറി സുരേഷ് ലക്ഷ്മി നിവാസ്, വിവിധ സമുദായ നേതാക്കളായ PR പ്രകാശ് പെരിനാലിൽ, VG ചന്ദ്രൻ തേരുന്താനം, രാജു കുന്നേൽമേൽപ്പുറത്ത്, കരയോഗം ഭാരവാഹികളായ ഭാസ്കരൻ നായർ കൊടുങ്കയം, ചിത്രലേഖ വിനോദ്, CG വിജയകുമാർ, R സുനിൽകുമാർ, S അഭിനവ് കൃഷ്ണ തുടങ്ങിയവർ ആശംസകൾ നേർന്നു.